ഇപ്പൊ ധ്യാൻ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ എനിക്ക് ആദ്യം ഭയങ്കര അതിശയായിരുന്നു. കാരണം ചേട്ടനെ ഞാൻ മൂവീസിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ചേട്ടന്റെ ആക്ടിങ് ഒത്തിരി അഡ്മയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ചേട്ടനെ നേരിട്ട് കണ്ട് അഭിനയിക്കുമ്പോ എനിക്ക് അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഏ? ചേട്ടന്റെ മൂവീസ് കണ്ടിട്ടുണ്ട് എന്നിട്ട് ചേട്ടന്റെ ആക്ടിങ് വർഷങ്ങൾക്ക് ശേഷം കണ്ടായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ കണ്ടിട്ടുണ്ട്. അത് പറ. അല്ല അതില് അമേസിങ് ആക്ടിങ് ആയിരുന്നു ചേട്ടന്റെ. ഞാനും എന്റെ ഫാമിലിയും പോയി കണ്ട മൂവിയാണ്. ചേട്ടന്റെ ഇന്റർവ്യൂസ് ആണെങ്കിലും കാണാറുണ്ട്. അപ്പൊ പിന്നെ ചേട്ടന്റെ വീട് ട്രിവാൻഡ്രം, എന്റെ അമ്മയുടെ വീടും ട്രിവാൻഡ്രം ആണ്. അപ്പൊ അങ്ങനെ എന്റെ അച്ഛൻ വേണ്ട ചായക്കട നടത്തിയിട്ടുണ്ടെന്ന്. അല്ല അല്ല അപ്പൊ അങ്ങനെ ഇപ്പൊ ആന്റിയൊക്കെ പറയാന്ന് ധ്യാൻ ചേട്ടൻ ഇവിടെ താമസിക്കുന്നൊക്കെ പറയുമ്പോ അങ്ങനെ അറിയാം. അച്ഛനിങ്ങനെ പോകുമ്പോ കാണിക്കും, ഇതാണ് ധ്യാൻ ചേട്ടൻ നടന്ന ആ വഴി, ഇതാണ് ധ്യാൻ ചേട്ടന്റെ കാൽപ്പാടുകൾ, ഇതാണ് ധ്യാൻ ചേട്ടൻ ചായ കുടിച്ച ഹോട്ടൽ, അങ്ങനെയല്ലേ? അല്ല. പണ്ട് പറയില്ല ഇതാണ് പ്രേം നസീർ കിടന്നു നോക്കിയാൽ മതി. പറയൂ മോളെ. അല്ല പറയൂ ദേവനന്ദ. അപ്പൊ അങ്ങനെ ധ്യാൻ ചേട്ടനെ കണ്ടപ്പോ ഒത്തിരി സന്തോഷം. പിന്നെ ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റി. നീ ഞങ്ങളുടെ ചോദ്യത്തിന് ട്വിസ്റ്റ് ചെയ്ത് എന്നെ പൊക്കി പറയലായിട്ടോ. അല്ല എന്റെ അടുത്ത് ചോദിച്ചത് ധ്യാൻ ചേട്ടൻ ഒരു കൂട്ടുകാരനായിട്ട് കാണുന്നില്ല അതായിരുന്നല്ലേ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ ദേവനന്ദനെ അടിക്കാൻ ഞങ്ങൾ ആക്ച്വലി ചോദിച്ച ചോദ്യം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുന്നു. ധ്യാൻ ചേട്ടനെയും ഫ്രണ്ട് ആയിട്ട് എങ്ങനെയാണ് ഇതാകുന്നതാണ് ചോദിച്ചത്. അപ്പൊ ധ്യാൻ ചേട്ടനായിട്ട് കണ്ടപ്പോ ഇപ്പൊ സെറ്റില് എനിക്ക് കൊറേ സീൻസ് ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാലും ചേട്ടൻ കുറച്ചു ദിവസേ നമ്മള് ഒന്നിച്ച് ഒരു കൊറേ ഉണ്ടല്ലോ പടം, കുറച്ച് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ചേട്ടൻ ഭയങ്കര തിരക്കുള്ള ഒരാളാണ്. ഒരു കളിയാക്കിയാണല്ലോ അല്ലേ? സീരിയസ് അല്ല, കളിയാക്കല്ല, അങ്ങനെ തോന്നുന്നുണ്ട്. അതായത് ഉച്ചക്ക് മുമ്പ് നയൻതാരയുടെ കൂടെ, ഉച്ചക്ക് ശേഷം ദേവനന്ദയുടെ കൂടെ അങ്ങനെയൊക്കെ അല്ല അല്ല ഞാൻ ഉദ്ദേശിച്ചത് എക്സാമ്പിൾ തെറ്റിയതോട്ടെ. ജനറൽ ആയിട്ട് ചേട്ടൻ നമ്മുടെ മൂവിയുടെ ഭാഗമായിട്ട് ഞാൻ ഇപ്പൊ പാപ്പ അല്ലെങ്കിൽ ആതിര ചേച്ചിയുടെ കൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടെ അത്രയും ദിവസങ്ങള് ധ്യാൻ ചേട്ടന്റെ കൂടെ ഇല്ലായിരുന്നു. എന്നാലും ഉണ്ടായിരുന്ന ദിവസങ്ങളെല്ലാം നല്ല ഇതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടൻ ഞാൻ ഇന്റർവ്യൂസിലൊക്കെ കാണുമ്പോ ഭയങ്കര കളിയും ചിരിപ്പം ഭയങ്കര ഫണ്ണി ആണെങ്കിലും പക്ഷെ മൂവി സെറ്റ് വരുമ്പോ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അത് കാരണം നമുക്ക് ഒത്തിരി അഡ്മയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം സെറ്റിൽ ഓൺ ടൈം എത്തും, എന്ത് വന്നാലും ഓൺ ടൈം ആയിരിക്കും. അത് ഭയങ്കര സത്യമാണ്. കാരണം അത് സത്യം, കാരണം അത് വലിയൊരു കാര്യമാണ്. സാധാരണ അങ്ങനെ ലേറ്റ് ആയി വന്ന രണ്ട് നടന്മാർ പറയൂ. അങ്ങനെ എന്തോ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോഴും മറ്റേ കാര്യത്തിൽ ഇവരുടെ ലോകത്തെ സങ്കടങ്ങൾ ചോദിക്കണം. പക്ഷെ എനിക്ക് അതിന് മുന്നേ നിന്നെ ആരോ ഏതോ ഒരു നടൻ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനൊന്നും ഇല്ല. ഓൺ ടൈം വരാത്ത നടനാണ്. അതല്ല, നമ്മുടെ ഡയറക്ടറുകൾ തന്നെ പറയുന്നുണ്ട്. അതല്ല, ഡയറക്ടറുകൾ തന്നെ പറഞ്ഞു ഇപ്പൊ ചിലപ്പം ക്യാമറ സെറ്റ് ചെയ്യാൻ ഫ്രെയിം ചൂസ് ചെയ്ത് എല്ലാം വരുമ്പോ കുറച്ച് സമയം എടുക്കും. അപ്പൊ ചിലപ്പോ നമുക്ക് അറിയായിരിക്കും അതിനൊക്കെ മുന്നേ വരും വന്നു. കാരണം നമുക്ക് അറിയായിരിക്കും നമുക്ക് അറിയായിരിക്കും ഇതിപ്പോ ക്യാമറ സെറ്റ് ചെയ്ത് വരാൻ സമയം എടുക്കും, എല്ലാം സെറ്റായി വരാൻ നേരം എടുക്കും. പക്ഷെ എന്നാലും ചേട്ടന് ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മുടെ അടുത്ത് പറയുന്ന ആ ഒരു കൃത്യം സമയത്തിന് എത്തുന്ന ഒരു വലിയ കാര്യം. കാരണം അതാകുമ്പോ ക്രൂവിനും ഒരു വലിയ ഹെൽപ്പാണ്. കാരണം നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് അവർക്കൊരു ആശ്വാസം. കാരണം ഇപ്പൊ പ്രൊഡക്ഷൻ കൺട്രോൾ അങ്കിൾമാരാണെങ്കിൽ ഇവരെല്ലാരും ഓടി നടക്കുകയാണ്, അവരെത്തിയോ ഇവരെത്തിയോ, അവിടെ റെഡിയാണോ ഇവിടെ റെഡിയാണോ. അപ്പൊ എല്ലാരും സെറ്റിൽ ഉണ്ടെന്ന് പറയുമ്പോ അവർക്കൊരു സമാധാനമാണ്. അപ്പൊ ചേട്ടൻ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ക്രൂവിന് അത്രയും ഒരു ടെൻഷൻ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം പക്ഷെ ഇന്ന് പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ പക്ഷെ ഷൂട്ടിന് ഞാൻ ഇതുവരെ ലേറ്റ് ആയിട്ട് വന്ന് കണ്ടിട്ടില്ല. കാരണം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഓൺ ടൈം ആയിട്ട് വരുന്നത്. അത് ഭയങ്കര നമുക്ക് അഡ്മയർ ചെയ്യാൻ പറ്റും. അയ്യോ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചേ. അതെ അതെ ഭയങ്കര അല്ല മറ്റേ നിങ്ങളുടെ ലോകത്തെ സങ്കടങ്ങൾ പറ. എന്താ ഞങ്ങളുടെ ലോകത്തെ സങ്കടങ്ങളോ? ഇപ്പൊ എനിക്ക് ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞ എനിക്ക് സങ്കടം അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു ചേട്ടനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് സൈബർ അറ്റാക്ക് ആണ്.
സങ്കടം എന്ന് പറയാൻ അയ്യോ എനിക്കത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഓപ്പൺ ഹൈമർ എന്നൊക്കെ വിളിക്കുന്നത്. അത് നോളന്റെ ഒരു സിനിമയല്ലേ? അത് ബോംബ് പൊട്ടിക്കുന്നോണ്ടാ. അത് സൈബർ അറ്റാക്കിനെ പേടിക്കരുത്. ഇല്ല, എനിക്ക് പേടി. ആദ്യം അത് കിട്ടുമ്പോ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറയുന്നതിന് എല്ലാത്തിനും ഒരു തിരിച്ചടി. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നവര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, അത് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവും. അത് അങ്ങനെ പോലും ഇല്ല ആൾക്കാർ അറിയാം. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയും, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവര് പറയായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇവിടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക, നമ്മൾ മൂവി ചെയ്യുക, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നു. സൈബർ അറ്റാക്ക് ദേവനന്ദയെ വേദനിപ്പിച്ചോ? എന്നെ വേദനിപ്പിച്ചെന്ന് ചോദിച്ചാ, ആദ്യം കിട്ടുമ്പോ ഞാൻ വിചാരിച്ചത് എന്താ എല്ലാരും ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന, എന്ത് പറഞ്ഞാലും അറ്റാക്ക് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി നമ്മള് ശരിയായി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടാവും, ഒരു പോസിറ്റീവ് സൈഡും ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു പോസിറ്റീവ് സൈഡ് ഫോക്കസ് ചെയ്യാം. 18-19 റേഞ്ചിലുള്ള ചേട്ടന്മാര് ചേച്ചിമാരാണ് എന്നെ ഫുൾ അറ്റാക്ക് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ചിലപ്പോ അവർക്ക് തോന്നുന്നുണ്ടാകും ഞാൻ പറയുന്നത് ശരിയായിരിക്കില്ല, ചിലപ്പോ അവർക്ക് റിലേറ്റ് ചെയ്യണമെന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ചിലപ്പോ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു, അവർക്ക് പറയേണ്ടത് അവര് പറഞ്ഞു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്തിനാ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞേ, ആദ്യം ഇത്തിരി കിട്ടിയപ്പോ ആദ്യം വിഷമം ഉണ്ടായിരുന്നു, പിന്നെ അത് മനസ്സിലായത് എല്ലാത്തിന്റെയും ഭാഗമായിട്ട്. ഇങ്ങനെ ഒരു ചെറിയ പ്രായത്തിൽ ആൾക്കാരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തപ്പോ ഭയങ്കര ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമം വന്നു കാണും അല്ലേ? അത് ആദ്യം ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ ടാർഗറ്റിങ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എല്ലാത്തിന്റെയും ഭാഗമായിട്ട്. ഞാൻ ഇത്തരം അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ചെറുപ്പത്തിലല്ലെന്ന് മാത്രം, വളർന്നു വന്നപ്പോ. ചെറുപ്പത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ് അറിയാം. എന്തൊക്കെയായിരുന്നു എനിക്ക് LKG പഠിക്കുന്ന സമയത്ത് എന്നോട് ആൾക്കാരൊന്ന് ചോദിക്കും, അച്ഛനെ പോലെ എഴുതൂലേ? LKGയിൽ ABCD അറിയില്ല എനിക്ക് എഴുതാൻ. അച്ഛനാരാന്ന് കണ്ടാ തിരിച്ചറിയുന്നില്ല. അപ്പോഴാണ് അച്ഛനെ പോലെ എഴുതൂലേ, അച്ഛനെ ടിവിയിലേ കണ്ടിട്ടുള്ളൂ. 1ാം ക്ലാസ് എത്തുന്ന സമയത്ത് എന്താണ് സിനിമയാണോ മുന്നോട്ട് നിന്ന്, അപ്പൊ അതൊക്കെ കൈൻഡ് ഓഫ് നമ്മൾ അറ്റാക്കാണ്. നമ്മളെ ഇതിന്റെ കഴിവില്ല എന്ന് നമ്മൾ ആദ്യമേ വരുത്തി തീർക്കുക. അത് ഇപ്പോഴും അങ്ങനെ തന്നെ. അതൊക്കെ നിനക്കല്ലേ അറിയുള്ളൂ. നിനക്കും ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന കുറച്ച് സുമേഷ്. അപ്പൊ ഈ അറ്റാക്ക്, പക്ഷെ പിന്നീടുള്ള എന്റെ സിനിമയോടുള്ള അറ്റാക്കിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, ദേവനന്ദ പറഞ്ഞ പോലെ. കാരണം അതിൽ കഴമ്പുണ്ട്. ചിലരൊക്കെ അവര് പറയുന്ന നല്ല സമ്മതിച്ചു കൊടുക്കണം. ഈ പഠിപ്പും ഇതും ഒരുമിച്ച് ആൾക്കാർ അറ്റാക്ക് ചെയ്യൂലല്ലോ. ഈ മാങ്ങയുള്ള മാവിനല്ലേ കല്ലെറിയും, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഞാൻ കുട്ടി കഴിവുണ്ടോ ഉദ്ദേശിച്ചേ. അതെ അത് അത്രേ. പക്ഷെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ദേവനന്ദക്ക് തോന്നിയോ ഞാൻ മാറണം, ഞാൻ ശരി ഇവര് പറയുന്നതിൽ അറ്റാക്ക് ചെയ്തതിന്റെ കാരണം ഉണ്ടെന്ന് തോന്നി, പ്രതികരിക്കണം? അതല്ല, അങ്ങനെ നമ്മള് ആഞ്ഞടിക്കണം എന്നൊന്നും ഇല്ല. കാരണം അവരവരുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. ഞാൻ എന്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എപ്പോഴും എല്ലാരും അത് റീക്രിയേറ്റ് ചെയ്തിടുമ്പോ ക്വസ്റ്റ്യൻ കട്ട് ചെയ്യും, ബാക്കിയുള്ള ആൻസർ കട്ട് ചെയ്യും. അങ്ങനെയാണ് ഇടാറുള്ളത്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ എന്റേതായ വാക്കുകളിൽ ഉത്തരം പറഞ്ഞു. പക്ഷെ ചില സമയം ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ അച്ഛനും അമ്മയും കൃത്യമായിട്ട് പറയും, നീ പറഞ്ഞത് ശരിയല്ല. അപ്പൊ അത് മാറ്റി പറയാൻ റെഡിയാണ്, അത് തിരുത്താൻ റെഡിയാ. പക്ഷെ ഞാൻ അച്ഛനമ്മ വിളിച്ച് ചോദിച്ചു, ഞാൻ പറഞ്ഞത് ശരിയല്ല, ഞാൻ എന്തെങ്കിലും തെറ്റായി ആർക്കെങ്കിലും ഉപദ്രവം വരുന്ന രീതിയിലാണോ പറഞ്ഞത്? ഞാൻ വേറെ ആരെയും ഹേർട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല, ആർക്കും മോശം വരുന്ന രീതിയിലല്ല സംസാരിച്ചത്. അപ്പൊ എനിക്ക് അറിയാം, ഞാൻ എന്നെ കുറിച്ച് ചോദിച്ചൊരു ചോദ്യം ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞു. അത് ബാക്കിയുള്ളവർക്ക് വേണ്ടി മാറ്റണം എന്നുള്ളത് ഇപ്പൊ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റാൻ ഞാൻ തയ്യാറാ. പക്ഷെ എന്നെ കുറിച്ചുള്ള ക്വസ്റ്റ്യന് ഞാൻ പറഞ്ഞ ആൻസർ മാറ്റണം എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇത് ഇവൻ കട്ട് ചെയ്തിടും. ഇപ്പൊ ഇത് പറയണ നോക്ക്, നമുക്ക് അന്ന് ഈ പ്രായം ആലോചിച്ച് ഞാൻ ചേട്ടാ സീരിയസ് ആയിട്ട് പ്രായം വെച്ചിട്ട് റെസ്പെക്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര. കല്യാണ മരത്തില് കല്യാണ മരത്തിലൊരു മാഷാണല്ലോ. അപ്പൊ ഈ മാണിക്കക്കല്ലിലെ പൃഥ്വിരാജിനെ പോലെ, അങ്ങനെ ചെപ്പിലെ ലാലേട്ടനെ പോലെ അങ്ങനെയൊക്കെ ചെയ്യാനാണോ? അതില് മാണിക്കക്കല്ലായിക്കോട്ടെ ചെപ്പായിക്കോട്ടെ, ഇതൊക്കെ അവരുടെ കഥ പറഞ്ഞിരുന്ന, അല്ല സ്കൂൾ കലാലയം അല്ലെങ്കിൽ സ്കൂൾ അതിനെ ചുറ്റിപ്പറ്റി നടന്നിരുന്ന കഥകളും സംഭവങ്ങളൊക്കെ. ഇത് ദേവുവിന്റെ ലൈഫും
പുള്ളിക്കാരിയുടെ ചെറിയൊരു ആഗ്രഹവും സ്വപ്നവും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൽ ഒരു ഏരിയയില് അല്ലെങ്കിൽ പുള്ളിക്കാരി പഠിക്കുന്ന സ്കൂളിലെ മാഷായിട്ട് എന്നെ പറ്റി ചുറ്റിപ്പറ്റിയോ ആ സ്കൂൾ ചുറ്റിപ്പറ്റിയോ അല്ല ഈ കഥ. ഈ കഥ ഇവരുടെ കുടുംബവും ആ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒരു സംഭവവും എക്സ്റ്റൻഡഡ് ക്യാമിയോ അപ്പോ കൈൻഡ് ഓഫ് എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന് പറയും. അപ്പോ ഇതിൽ അത്ര അന്ന് എന്ന് പറയണ്ട ഈ കഥാ പശ്ചാത്തല മെയിനായിട്ട് ഈ സ്കൂളൊന്നും അല്ല, ഇവരുടെ വീടും ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒരു സംഭവവും കാര്യങ്ങളൊക്കെ. ധ്യാൻ ചേട്ടനും മാഷുമാരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു ഫേവറേറ്റ് മാഷ് എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നു? അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ +2 പരീക്ഷ കഴിഞ്ഞിട്ട് ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് ഒരു മാഷ. എന്താ പറയണ അടിക്കുമ്പോ? ഒരുമിച്ച് ഞങ്ങളൊരു 3-4 പേരുണ്ടായിരുന്നു, അടിച്ചവണ്ട്. അതൊരു ഓർമ്മ. അത് അതേ നല്ല ബന്ധം ഉണ്ടായിട്ടുള്ള ടീച്ചർമാരുണ്ടായിട്ടുണ്ട് വളരെയധികം. എന്ന് വെച്ചാ അന്നൊക്കെ എന്റെ ടീച്ചർമാര് ഇരുന്നിട്ട് അവര് രാത്രിയൊക്കെ ഭർത്താക്കന്മാരുടെ ഒക്കെ എന്നോട് പറയായിരുന്നു ഫുൾ പ്രശ്നം. ഞാൻ പറഞ്ഞു മാം ടെൻഷൻ ആവുന്ന വെച്ചാൽ അന്നും എന്റെ ജോലി എന്താ അറിയാമോ? സമാധാനിപ്പിക്കുക, ടീച്ചർമാരെ സമാധാനിപ്പിക്കുക. ടീച്ചർമാര് ഭയങ്കര, കാരണം ചില ഭർത്താക്കന്മാരൊക്കെ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പൊ എന്റെ ടീച്ചറിന് എന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ക്ലാസ് ടീച്ചറാ സമയത്ത് ചെന്നൈയില്. പുള്ളിക്കാരിക്ക് എന്തോ മനസ്സിൽ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നു, ടീച്ചർ എന്റെ ഫേവറേറ്റ് ടീച്ചറുമാണ്, എന്റെ ഭയങ്കര ബന്ധം. ഞാൻ ചോദിച്ചു എന്താ ടീച്ചറിന്റെ മുഖത്ത് ഭയങ്കര വിഷമം ഈടായിട്ട്? ഇവരങ്ങ് പൊട്ടിക്കരഞ്ഞ് എന്നിട്ട് എന്നോട് കുടുംബ പ്രശ്നങ്ങള് വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്നോട് പറയാം. എന്നോട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എന്നുവെച്ചാൽ അതിനേക്കാളും വലിയ പ്രശ്നത്തിലാണ് ഞാൻ. തോറ്റ് എങ്ങനെയൊക്കെ പാസ്സാകുമെന്നൊക്കെ ഉള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഞാൻ. എന്റെ ടീച്ചറിന്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ അന്ന് ആ കാലത്ത് ഞാൻ സോൾവ് ചെയ്ത് കൊടുത്തു. സച്ച് എ ഗ്രേറ്റ് മാൻ. അദ്ദേഹത്തിന് ഒരു കൈയടി കൊടുത്തു. ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ഏത് കാലത്താണ്. നീ IAS ആയാലും എന്നെ വിളിക്കണം. അതെ അതെ, ആ കുട്ടിക്ക് കുടുംബ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുടുംബ പ്രശ്നമല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ പൊളിറ്റിക്കൽ പ്രഷറൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ള ഘട്ടം വരുമ്പോ എന്നെ ഓർത്താ ഇഫ് there is a trouble there is Dhyan. പ്രഷർ വരുന്ന ഒരു ഘട്ടം വരുമല്ലോ, അപ്പൊ ഓർത്താ മതി മാഷെ.